ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വിഷയം എന്താണെന്ന് പറയുക, കഴിഞ്ഞ ദിവസം എല്ലാം നമ്മൾ ഞെട്ടലോടെ കേട്ട ആ ഒരു വാർത്ത. അതേതാണ്? ഒരു ചായക്ക് വേണ്ടി മരുമോളെ ഇല്ലാതാക്കി എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കേട്ടത്. അതും ഒരു വെട്ടൊന്നുമല്ല, അറഞ്ചം പുറഞ്ചം വെട്ടിയിട്ടുണ്ട്. കലിപ്പ് തീരുന്നിടം വരെ വെട്ടിയിട്ടുണ്ട്. പിന്നെ ജയിലിലോട്ട് കൊണ്ടുപോകുന്ന ആ സീനും ഒക്കെ നമ്മൾ കണ്ടാണ്. അത് ചെയ്യുമ്പം അവരുടെ മക്കളുടെ കൺമുമ്പിൽ വെച്ചാണ് അത് ചെയ്തത്. ആ കുട്ടികൾ കരഞ്ഞ അയൽവക്കത്തുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി വിട്ടപ്പത്തിന് വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടാണ് മരിക്കുകയൊക്കെ, വെള്ളം കുടിച്ചതിന് ശേഷമൊക്കെയാണ് മരിക്കുകയൊക്കെ ചെയ്തത്. ഭർത്താവാണെങ്കിൽ രണ്ടറ്റവും മുട്ടിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്. അതായത് ടാപ്പിംഗ് തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അത് കഴിഞ്ഞു. ഇപ്പൊ രാവിലെ ആകുമ്പോൾ വെളുപ്പാങ്കാലത്ത് റബ്ബർ വെട്ടാൻ പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ആകുമ്പോഴത്തേനും ഫ്രീ ആകും. പക്ഷെ കുറെ റബ്ബർ വെട്ടി കഴിയുമ്പോൾ ആൾക്കാർ തളർന്നു വന്ന് പിന്നെ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ അവസ്ഥ. പക്ഷെ എന്നിട്ടും പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നു. അപ്പൊ ആ ഒരു സാമ്പത്തിക സ്ഥിതി ഇതാണ്. അമ്മയും ഭാര്യയും പിള്ളേരും അടങ്ങിയ ഒരു സാധാ കുഞ്ഞു ഫാമിലി. അങ്ങനെ ഒരു സന്തോഷത്തോടെ കടന്നു പോകേണ്ട ഒരു ഫാമിലിയാണ്. അവിടെ ഇങ്ങനെ ഒരു സംഭവമാണ് കേരളത്തിൽ ഇപ്പൊ അരങ്ങേറിയിരിക്കുന്നത്. ഇത് കേൾക്കുന്നപടി നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉള്ള പെൺകുട്ടികളൊക്കെ ഒരിടത്തുനിന്ന് പറിച്ച് നടുക ചെയ്യുന്ന ഒരു വീട്ടിൽ നിന്ന് മറു വീട്ടിലോട്ട് പറിച്ച് നടുമ്പോൾ അവിടെ നല്ലപോലെ സൂര്യപ്രകാശവും വെള്ളവും വളവും എല്ലാം കൊടുത്തൊരു ചെടിയെ വളർത്തുന്ന പോലെ വേണം. നമ്മൾ അതൊന്നും കൊടുത്തില്ല എങ്കിൽ ചെടി വാടിക്കുഴഞ്ഞു പോകും. അപ്പൊ അതുപോലെ നല്ലതായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ചെടിക്ക് വളർന്നു വരാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലോട്ട് വിടുമ്പോൾ അവിടെ അത്ര നല്ല അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ശരി തന്നെയാണ്. പക്ഷെ അപൂർവ സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഈ പറിച്ചു നട്ട ചെടിയുണ്ടല്ലോ, അതായത് മരുമോള്, അവര് വില്ലത്തിമാരായിട്ടും വരാറുണ്ട്. അത് വേറൊരു കാര്യം. അതും നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ ഓർക്കേണ്ട ഒരു കേസാണ്. ഈ ഒരു സംഭവത്തിൽ ആദ്യം കേട്ടപ്പം ഈ ഒരു മൃഗത്തിന് തുല്യമായ ഈ സ്ത്രീയെ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക്, കാരണം ഇവർക്ക് ഷുഗർ താഴ്ന്നതിന്റെ പേരിലാണെന്നൊക്കെയാണ് നമ്മൾ ആദ്യ വാർത്തയെ കേട്ടെ. അപ്പൊ ഇവരെ, അതായത് നമുക്ക് എപ്പോഴും ബലിയാടാകുന്ന മരുമോളെ കുറിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാ കാര്യത്തിനും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഒരു സൈഡിൽ ഒരു നെഗറ്റീവ് വശം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ മരുമക്കള് ഇന്നത്തെ മരുമോളാണ് നാളത്തെ അമ്മായിയമ്മ എന്ന സത്യം മറന്നാണ് കേരളത്തിലെ എല്ലാ അമ്മമാരും ജീവിക്കുന്നത്, എല്ലാ പെൺകുട്ടികളും ജീവിക്കുന്നത്. കാരണം ഇന്നത്തെ മരുമോളാണ്. ഒരിക്കലും ഈ കാലം കണക്ക് ചോദിക്കും എന്ന് പറയുന്ന ആ ഒരു സംഭവം ഈ ഒരു സിസ്റ്റത്തിൽ നടക്കുന്നില്ല. അതായത് ഇന്നത്തെ മരുമോളാണ് നാളത്തെ അമ്മായിയമ്മയാകുമ്പോൾ അവരിന്ന് എന്താണോ ചെയ്തത് അതിനെക്കാട്ടും കട്ടിയായിട്ട് അവർ ചെയ്യും. ചെയ്യാതെ പോകുന്നവരുണ്ട് കേട്ടോ, തർക്കിക്കാൻ വരണ്ട. എന്താണ് ഞാനിവിടെ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ത്രീ ഈ സ്വന്തം കൊച്ചു പിള്ളേരുടെ മുന്നിൽ വെച്ച് അവരുടെ അമ്മയോട് ഇങ്ങനെ ചെയ്തു, വളരെ ക്രൂരമായത്. ഇതിന് പിന്നെ മറുസൈഡ് അയൽവക്കത്തുള്ള സ്ത്രീകൾ ഒക്കെ പറയുന്ന ഒരു മറുസൈഡ് കൂടെ ഉണ്ട്. നമ്മൾ ഒരു പേപ്പർ എടുത്താൽ രണ്ടു വശം കേൾക്കണമല്ലോ. അതുകൊണ്ട് കേൾക്കാം നമുക്ക്. മരുമോള് സത്യത്തിൽ കുറച്ച് മോശമാണ്. തള്ളക്ക് തിന്നാൻ കൊടുക്കായും തള്ളൊരു വെള്ളം എടുത്തെടുക്കാൻ അയക്കൂല, ഗ്യാസുമ്പോ കത്തിക്കാൻ അയക്കൂല, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയും. അപ്പൊ ഈ മൂപ്പത്തിക്ക് രാവിലെ ഇൻസുലിൻ വെച്ചെടുത്ത് മകൻ പോയതാണ്. ഇൻസുലിൻ വെച്ച് കുറച്ച് കഴിഞ്ഞ് അതിന് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇതിന് വേറെ ഇളകും. അപ്പൊ ഇത് എന്ത് ചെയ്തു, ചായ ഉണ്ടാക്കി ഗ്യാസുമ്മ ഒച്ച ഇട്ടാണ്ട് ഇവിടെ വന്നാണ്ട് ചായക്ക് വെള്ളം വെച്ചത് എടുത്തോടെ ചിന്തിങ്ങൾ അങ്ങനെ ഗ്യാസുമ്മ ചായ ഉണ്ടാക്കി കുടിക്കണ്ട. അതിനൊരു കുയിന്ത്. അപ്പൊ ഈ തള്ളേനോട് അങ്ങനെ കാട്ടിയാണ്ട് ഗ്യാസിന്റെ അടുപ്പ് കത്തിക്കുന്ന സാധനം അവള് പൂട്ടി വെച്ച് മേലൊക്കെ എത്താത്തോടത്ത് വെച്ചതിന്. എന്നിട്ട് അവള് പോയി കടന്നു. അതിൽ ഇത് പ്രശ്നം ഉണ്ടാക്കേണ്ട വെച്ച റൂം പോയി കടന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഇതിന് വിറയലിളകി. ഫുഡ് കഴിക്കാഞ്ഞിട്ട് ഒരു ചായ വെള്ളമെങ്കിലും മധുരട്ട് കുടിച്ചാൽ അതിന് നിൽക്കും എന്തെങ്കിലും കഴിക്കാൻ. അപ്പൊ ഇതിന് ഭക്ഷണം കിട്ടാത്തൊരു ദേഷ്യവും സങ്കടവും ഇത്രയും കാലം അടക്കി പിടിച്ച് കൊണ്ട് നടന്നൊരിതും ഒക്കെ പാടെ അത് 2 ദിവസം മുന്നേ കാച്ചി വെച്ചിരുന്നു കത്തി. അത് എടുത്താണ്ട് ഓളവിടെ ഉറങ്ങി കിടക്കുന്ന റൂം ഉണ്ട്. ഞങ്ങള് അവിടെ പോയിട്ട് വെട്ടിയത് കറച്ചിക്കാണ്. മൂന്തേ കൂടി കഴുത്തു കൂടി ഒക്കെ വെട്ടാണ്. നീച്ച് പാഞ്ഞിട്ട് അപ്പൊക്കെ ചോര കണ്ടില്ല പോയത്, ആകെ വെട്ടിക്കണേ. ഇതാണ് അയൽവക്കത്തെ സ്ത്രീകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വോയിസ്. അതായത് ഒന്ന് മനസ്സിലാക്കുക, രാവിലെ മകൻ വെട്ടാൻ പോകുന്നതിന് മുന്നേ അവർക്ക് ഇൻസുലിൻ എടുത്തിട്ടുണ്ട്. ഈ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞിട്ട് ഷുഗറിന്റെ രീതി, ഇപ്പം നമുക്കെല്ലാം ഷുഗർ ഇല്ല എന്നൊന്നും നമ്മൾ പറയരുത്. ഷുഗർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒത്തിരിയും ടൈപ്പ് ഷുഗർ ഉണ്ട്. അപ്പം ഓരോരുത്തർക്കും വരുന്ന ഷിവറിങ്, അതായത് ഷുഗർ ലെവൽ താന്നു പോയതിന്റെ പേരിൽ ഷിവറിങ് വരിക എന്ന് പറഞ്ഞാൽ അത് പല ടൈപ്പാണ് പല ആൾക്കാർക്ക് വരുന്നത്. ചിലർ പിച്ചും വേയും വരെ പറഞ്ഞ് ബോധം പോകുന്ന രീതി വരുന്ന ഷിവറിങ്
ഷിവറിംഗ് ഉണ്ട് കൂടിയ ലെവലിൽ. ചിലർക്കൊരു ചെറിയ അറ്റാക്കിന്റെ ഒരു ലക്ഷണം പോലെ, അത് ശരിക്കും ഒരു അറ്റാക്ക് പോലെ തന്നെയാണ്. ചിലർക്ക് ഇങ്ങനെ വേർത്തൊഴുകി ആകെ ഒരു ഇതായിട്ട്, ചിലർക്ക് അങ്ങോട്ട് എന്ത് കിട്ടിയാലും തിന്നും, ആരെ കിട്ടിയാലും തിന്നുമെന്നുള്ള രീതിയിൽ ഒരു ഭ്രാന്ത് പോലെ വരുന്നു. അപ്പൊ തന്നെ തളർന്ന് വീഴുന്നു. ഭക്ഷണം എന്തെങ്കിലും കിട്ടണം, അല്ലാതെ ഒന്നും പറ്റത്തില്ല. കണ്ണ് കാണാതെ പോകുന്നു. ഓരോരുത്തരും ഓരോ രീതിയാണ് പറയുന്നത്. ചിലരൊക്കെ വളരെ പിച്ചും പേയും പറഞ്ഞു ബോധമില്ലാതെ സംസാരിച്ച് ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഈ ഷിവറിങ് പല രീതിയാണ് കേട്ടോ. അപ്പൊ ഇവരുടെ മകൻ ഷിവറിങ്ങിന് ഇൻസുലിന്റെ അളവെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, ഷുഗർ പല ചെറിയ ചെറിയ ഷുഗറിനൊക്കെ മരുന്ന് കൊടുക്കത്തില്ല. ഇൻസുലിൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ എത്തുമ്പോഴത്തേക്കിന് ഷുഗർ ഇച്ചിരി കൂടിയിട്ടാണ് ഇൻസുലിൻ കൊടുക്കുന്നത്. അപ്പൊ അത് സ്വയം വേണേ കുത്തിവെക്കുന്നവരുണ്ട്, അല്ല മറ്റാരെങ്കിലും കൊണ്ട് കുത്തിവെപ്പിക്കുന്നവരുണ്ട്. അപ്പൊ ഇവരുടെ മകൻ അത് എടുത്തേച്ചാ പോയി. ഇൻസുലിൻ എടുത്തിട്ടും നേരം വെളുത്തിട്ട് ഇത്ര നേരമായിട്ടും അവർക്ക് ഒരു പച്ചവെള്ളം അകത്തോട്ട് ചെന്നിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഷിവറിങ് ഉണ്ടാകും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രാത്രി കുറേ നേരത്തെ ഇപ്പം 11 മണിക്കൊക്കെ കഴിച്ചവർക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ചിലപ്പോൾ 7 മണി 8 മണി 9 മണി വരെയൊക്കെ കഴിച്ച് കിടക്കുന്നവർക്ക് അത് രാവിലെയൊക്കെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ എഴുന്നേക്കുന്നവിടെ ഷിവറിങ് ഉണ്ടാകും. എഴുന്നേറ്റ് ബെഡ് ഇരിക്കുമ്പോൾ തൊട്ട് ഷിവറിങ് ഉണ്ടാകും. കാരണം വയറ് കാലിയായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന. അപ്പൊ അവര് പോയി ഒരു ചായ സ്വയം ഈ മരുമോളെ വിളിച്ചെണീപ്പിച്ച് അവളെ ബുദ്ധിമുട്ടിക്കാൻ നിർത്താതെ അവര് പോയി സ്വയം ചായ ഇട്ട് വെക്കുന്നു. ചായ ഇടുന്ന സൗണ്ട് കേട്ടിട്ട് ഈ മരുമോൾ എഴുന്നേറ്റ് പോയിട്ട് റെഗുലേറ്റർ ഓഫ് ചെയ്ത് വെച്ച് അവള് പിന്നെയും പോയി കിടന്നു. അപ്പം അവിടെ ഒരു പോയിന്റ് കിടപ്പുണ്ട്. അവരെന്നിട്ട് അതിന് വഴക്ക് പിടിക്കാൻ നിൽക്കാതെ അവര് പോയി അവരുടെ റൂമിൽ കിടന്നു. അവരുടെ റൂമിൽ കിടക്കുമ്പോൾ അവരെന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരിക്കുക? അവരുടെ വീട്ടിൽ അവരുടെ മകൻ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണ്, അവരുടെ മകനെ ഇത്രയും കാലം വളർത്തിക്കൊണ്ട് വന്ന് അവർക്കൊരു അസുഖം വന്ന് ഷുഗർ വന്നപ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും അനുവദിക്കാത്ത രാക്ഷസിയായ ഒരു മരുമോള്. എന്നിട്ടും ഒരു പോയിന്റ് അവിടെയുണ്ട്. എന്നിട്ടും അവർ ക്ഷമിച്ച് അവരവരുടെ കട്ടിലെ പോയി കിടക്കുകയാണ് ചെയ്തത്. വീണ്ടും ഷിവറിങ് വന്ന് ഇപ്പൊ അവർക്ക് ദേഷ്യവും മരിച്ചും എല്ലാം കൂടെ വന്നിട്ടാണ് ചെയ്തത്. ഈ പോയിന്റിലെത്തുമ്പോൾ എന്ന് കരുതി ഒരാളെ ഇല്ലാതാക്കാനുള്ള അവകാശം മറ്റൊരാൾക്കില്ല. അത് എന്താണേലും അത് തെറ്റ് തന്നെ, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവർക്ക് ദേഷ്യം വന്നതിന് വടിയെടുത്തിട്ട് 2 കൊടുത്താലും കുഴപ്പമില്ല. ഒരു പക്ഷെ തിരിച്ചു കൊടുക്കുമായിരിക്കും വടിയെടുത്തിട്ട് കൊടുത്താൽ. പക്ഷെ എന്താണേലും ദേഷ്യത്തിന്റെ ഉന്നത അവസ്ഥ നിൽക്കുമ്പോൾ കൈ കിട്ടിയ വെട്ടരുവാളോ എന്താണ് എടുത്ത് അറിഞ്ചം പുറഞ്ചോ അവര് വെട്ടി ആ ഒരു ദേഷ്യം മുഴുവൻ തീർത്തു. ഷുഗറിന്റെ ആ പീക്ക് ലെവലിൽ നിന്ന് ചെയ്തതായിരിക്കാം. പക്ഷെ ന്യായീകരിക്കാൻ എന്താണേലും പറ്റിയാൽ ആ കുഞ്ഞുങ്ങൾ അനാഥരായി, അതുപോലെ ഒരാളുടെ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. ഇത്രയും കാലം ഈ സ്ത്രീ പട്ടിണിക്കിടുമ്പം ഇതിൻ്റെ ഉള്ളിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതുകൊണ്ടാണ് എവിടെയെല്ലാം കൊണ്ട് പരാതി കൊടുക്കായിരുന്നു. മകൻ ഒരു കുറച്ചുകൂടെ ശ്രദ്ധിക്കായിരുന്നു ഭാര്യ എന്താ ചെയ്യുന്നുള്ള കാര്യം. ഇനി എന്നിട്ടും ഭാര്യയൊന്നും കേൾക്കുന്നില്ല. ഈ ഒരു സ്ത്രീക്ക്, ഇവർക്ക് ശാന്ത എന്നല്ലേ അവരുടെ പേര്, രജിത എന്ന് പറയുന്ന മരുമോള്, ഈ ശാന്തയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ആദ്യമുണ്ട്, അവർക്ക് കൊണ്ട് കൊടുക്കുക. എവിടെയെല്ലാം ഗാർഹിക പീഡനത്തിന്റെ പേര് മരുമോളുടെ പേര് കേസ് കൊടുക്കുക. എവിടെയെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കായിരുന്നു. അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കാർ കൗൺസിലിംഗ് അല്ലെ സ്ത്രീ സംരക്ഷണ നിയമമൊക്കെ ഉണ്ടല്ലോ, പല മേഖലയാണ് നമുക്ക് ഈ ഒരു കാര്യത്തിന് പറയാനുള്ളത്. അവിടെ എവിടെയെങ്കിലും പറഞ്ഞിരുന്ന ഈ മരുമോളെ നേരെയാക്കിയതിന്. അതിന് പകരം ഒരു ദേഷ്യം വന്നപ്പോഴത്തേക്കിന് എടുത്ത് പെരുമാറ്റം ഇങ്ങനെയായി. ഇപ്പൊ ഇതുമൂലം ആ കൊച്ചുങ്ങൾക്കാരുണ്ട്, അവർക്കും ആരുമില്ലാതെ വന്നു. ഇവരിനിയിപ്പോ ഈ ഷുഗറും ഒക്കെ പിടിച്ച് രോഗിയായി ഇവരുടെ ഒരു അവസ്ഥ എന്താ? ഇവരിനി ബാക്കി കാലം എവിടെയാണ്? ഒന്ന് ആലോചിച്ച്. പക്ഷെ ഇത് പറഞ്ഞു വരുമ്പം ഇത് കൊന്നത് വലിയ ഒരു തെറ്റെന്ന് പറയുമ്പോഴും ഈ മരുമോൾ ഇത്ര ക്രൂരയാകാൻ പാടില്ല എന്ന് തന്നെ ഞാൻ പറയും. ഒരു മകനെ അവര് പെറ്റി വളർത്തിയതാണ്. ഇവള് സ്വന്തമാക്കുന്നതിന് മുന്നേ അവരുടെ മകനാണത്. അത് ഏത് പെൺകുട്ടി ആലോചിക്കണം. ഇന്ന് നീ മരുമോളാണ്, നാളെ നീ അമ്മായിമ്മയാണ്. അത് ആലോചിക്കണം. അതേപോലെ നമ്മളും വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കൊച്ച്, അവൻ കെട്ടിക്കൊണ്ടുവരുന്ന കൊച്ച് നമ്മളോട് പെരുമാറുമ്പോൾ നമ്മളെങ്ങനെ സഹിക്കും? അത് മുന്നേ നമ്മളും കാണണം. പച്ചപ്ലാവിലെയും പഴുത്ത പ്ലാവിലെയും പോലെ തന്നെയുള്ളൂ. അപ്പൊ ഈ മകൻ ഇതുപോലെ അധ്വാനിച്ച് കൊണ്ടുവരുന്നുണ്ട്. അവന്റെ അമ്മയ്ക്കൂടെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാനാണ് അവൻ പണിയെടുക്കാൻ പോകുന്നത്. ആ ഫുഡ് ആ തള്ളയ്ക്ക് കൊടുക്കുക, അതും ഷുഗർ പിടിച്ചൊരു തള്ളയ്ക്ക് ആഹാരം കൊടുക്കാതെ പൂട്ടി വെച്ച് അവളുടെ അമ്മയ്ക്കാണ് അവൾ അത് ചെയ്യുമോ? ആ മരുമോളുടെ അമ്മയോടാണ് അവൾ ഇതുപോലെ ചായ ഷിവറിങ് പിടിച്ച ഒരാൾക്ക് ഒരു ചായ അവളിട്ട് കൊടുക്കണം. ആ ഒരു മര്യാദ അവിടെ കിടപ്പുണ്ട്. അവള് രാവിലെ അവനവന്റെ കുടുംബത്തിൽ അവൾ എണീറ്റ് ഒരു ചായ അമ്മായിമ്മയ്ക്ക് ഇട്ട് കൊടുക്കണം. സാധാ കുടുംബങ്ങളിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്.
അവളതിന് മുതിരായിരുന്നപ്പോ അവരതിട്ടപ്പോ അതിന് റെഗുലേറ്റർ പൂട്ടി വെച്ചിട്ട് പോവുക, ഭക്ഷണം കൊടുക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞാൽ അവക്കിട്ട് നല്ല അടി കൊടുക്കേണ്ട കേസ് കിട്ടുക. അല്ലാതെ അവളെ മര്യാദക്കാരിയല്ല, നല്ല അടി കൊടുത്ത് അവളെ നേരെ ആക്കണ്ട. ഇന്ന് ഈ കൊലയിലേക്ക് കൊണ്ടെത്തിച്ച് ആ ഒരു മക്കളെ അനാഥരാക്കിയതിന്റെ ഒരു പങ്ക്, ഒരു നേരിയ 1/4 ഭാഗം പങ്ക് ഈ മരുമകളുടെ കയ്യിലുണ്ട്. കാരണം അവളുടെ പ്രവൃത്തി ദോഷം അവിടെ കിടപ്പുണ്ട്. അതിന് പരിഹാരം കൊലയല്ല, വേറെ ഇഷ്ടം പോലെ കാര്യമുണ്ടെന്ന് എപ്പോഴും ഞാൻ പറയാം. പക്ഷെ അവളുടെ ഭാഗത്ത് ഒരു ക്രൂരതയുടെ പര്യായമായ മരുമോൾ അവളൊരു ഒരു പാവം പെണ്ണെന്നുള്ളത് മാറ്റട്ടെ, ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു സഹാനുഭൂതിയും അല്ലെ അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പം ആർദ്രഹൃദയമുള്ളവരെന്ന് പറയും. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല, എന്നാലും അതിന്റെയൊക്കെ ഒരു അംശം എന്തെങ്കിലുമൊക്കെ വേണം സ്ത്രീകളായ. അത് അവക്കില്ല. കാരണം അവള് വളർത്തിക്കൊണ്ടുവരുന്നില്ലേ പിള്ളേരെ, ഇതേപോലെ തന്നെയല്ലേ ഈ സ്ത്രീയെ അവരുടെ മോനെ വളർത്തിക്കൊണ്ടുവന്ന്. അപ്പൊ അവർക്ക് ഒന്നുമില്ലേലും ഫുഡ് കൊടുക്കാനുള്ള ഒരു മര്യാദ അവള് കാണിച്ചില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പം ആ കൊച്ചുങ്ങളും അനാഥരായി, ഇവര് ജയിലിലുമായി, ആ മനുഷ്യൻ അധ്വാനിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യന്റെ ജീവിതവും ഒരു പരിവായി. അയാൾക്ക് ഇനിയും പെണ്ണ് കെട്ടും സുഖമായിട്ട് ജീവിക്കാൻ. സത്യം പറഞ്ഞ ഈ രാക്ഷസിയും ഈ തള്ളയൊക്കെ ഒഴിവായി ചിലപ്പോൾ ഇനിയുള്ള കാലം അയാൾ സുഖമായിട്ട് ചെയ്യും. എനിക്കറിയാവുന്ന ഒരു വീടുണ്ട്. ആ വീട് ഭയങ്കര കാശുള്ള ആ ടീമാണ്. അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതുകൊണ്ട്, ഡോക്ടർമാർ പറയുന്ന ഒരു നിയമം അറിയില്ല, 11 മണി കഴിഞ്ഞ് ആഹാരം കഴിക്കരുത്, നമ്മുടെ ശരീരം റെസ്റ്റ് ചെയ്യുക, നമ്മൾ കിടക്കാൻ പോകുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് ഭക്ഷണമൊന്നും കഴിക്കരുത്, നമ്മൾ റെസ്റ്റ് ചെയ്യാനല്ലേ നമ്മൾ കിടക്കുന്നത്. അപ്പം അപ്പോഴും നമ്മുടെ വയറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് റെസ്റ്റേ കൊടുക്കുന്നില്ല. നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമ്മുടെ അവയവങ്ങളെല്ലാം പണിയെടുത്തുകൊണ്ടിരിക്കണം, നമ്മൾ കഴിച്ചത് ദഹിപ്പിക്കാനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യാൻ അവർക്ക് റെസ്റ്റ് കൊടുക്കണം. അങ്ങനെ റെസ്റ്റ് കൊടുത്തില്ലാണ് ഈ ഗ്യാസും അതും ഇതും എല്ലാം വന്ന് അൾസറും എല്ലാം ആയിട്ട് പ്രശ്നമായി മാറുന്നത്. അപ്പൊ ഒരു 7 മണിക്ക് മുന്നേ ഫുഡ് കഴിക്കണം, നമ്മൾ കിടക്കുന്നതിന് മുന്നേ അത് ദഹിക്കണം എന്നൊക്കെയാണ് ഡോക്ടർമാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഷുഗർ രോഗികൾക്ക് ഈ പണി കൊടുക്കുന്ന കുടുംബക്കാരുണ്ട്. അതായത് 7 മണിക്ക് മുന്നേ എന്തെങ്കിലും ഒരു ശകലം, അത് ചോറ് കൊടുക്കത്തോടല്ല, ചോറ് കൊടുത്താൽ ഷുഗർ കൂടുമെന്നും പറഞ്ഞ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആഹാര ശകലം കൊടുക്കും. എന്നിട്ട് ഇവരടിച്ചു പൊളിച്ച് വേണമെങ്കിൽ പുറത്തു പോയി കഴിക്കുക, തട്ടുകടയിൽ നിന്ന് കഴിക്കുക, അവരങ്ങനെ സുഖിച്ച് അവരങ്ങ് ആ ഒരു വഴിക്ക് പോകും. അമ്മയ്ക്ക് എന്തേലും തൊട്ട് തൊടിയിപ്പിച്ച് ഇങ്ങനെ കൊടുത്തേച്ച് ആ സ്ത്രീ വർഷങ്ങളോളം അവിടെ ജീവിച്ചിട്ട് അവർക്ക് പിന്നെ അവരുടെ ബന്ധുക്കാരുടെ ആരുടെയും വീട്ടിൽ പോയാലും അവർക്ക് ഫുഡ് 7 മണിക്ക് മുന്നേ വേണം. അതും ഒത്തിരി കഴിക്കാനോ ഒന്നും പറ്റത്തില്ലാത്ത രീതിയിൽ. എന്നിട്ട് പറയുമ്പോൾ എന്താണ്, ഷുഗർ അല്ലേ, ഷുഗറിനും അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞുള്ള ഒരു പട്ടിണിക്കിടിയിൽ. ഇത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ചെയ്യുന്ന പല വീട്ടുകാരുണ്ട്. ഈ ഷുഗറിന്റെ പേരിൽ ഷുഗർ വന്ന പ്രായമുള്ള ആൾക്കാരെ ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് പീഡിപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം കൂടെ അങ്ങനെയാണ്, കേൾക്കുന്നവരിൽ അമ്മായിമ്മയോട് തിരിച്ചു പോരെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ റീതിങ്ക് ചെയ്യുക. ഒരുപക്ഷെ അവർ നിങ്ങളെ വിവാഹം ചെയ്തുകൊണ്ട് വന്ന സമയത്ത് ഇവർക്ക് ആരോഗ്യമുള്ള സമയത്ത് നിങ്ങളോട് ഇഷ്ടം പോലെ പോരെടുത്തിട്ടുള്ള സ്ത്രീ ആയിരിക്കാം, വയസ്സ് ചെയ്യുന്നു, ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കുക, എന്നാൽ തിരിച്ചു പ്രതികാരം ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ചെയ്തേക്കരുത്. അങ്ങനത്തെ പ്രതികാരങ്ങളൊന്നും നമുക്കുള്ളതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ ഓരോ അമ്മായിമാരും നല്ല രക്തത്തിളപ്പിന്റെ പ്രായത്തിൽ മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ മകളെ ഇട്ട് പുരിച്ചാൽ നിങ്ങൾ കിടക്കുന്ന സമയത്ത് അവൾ അത് തിരിച്ചു തരും എന്നുള്ളൊരു വിചാരം വേണം. ഓരോ മനുഷ്യനും ആലോചിക്കുക, നമ്മുടെ ശരീരം മനസ്സ് ആഗ്രഹിക്കുന്നിടത്ത് ശരീരം ചെല്ലുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കും. അതായത് അവിടെ വരെ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷം നമുക്ക് എഴുന്നേറ്റ് പോകാം. ഇനി ഒരു പ്രായം കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ആഗ്രഹിച്ചാലും നമ്മുടെ ശരീരം പോവില്ല. മനസ്സ് ആഗ്രഹിക്കുന്നിടത്ത് ശരീരം ചെല്ലാത്ത ഒരു കാലം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ആ കാലഘട്ടത്തിൽ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ള ഒരു ബോധം നമ്മൾ എഴുന്നേറ്റ് നടക്കുന്ന ആ സമയത്ത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അവരെ ആശ്രയിക്കേണ്ടി വരും, അത് മക്കളെയാണെങ്കിലും. അപ്പോൾ കുറച്ച് നമ്മുടെ ആ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നമ്മൾ കുറച്ച് മാനേഴ്സും മര്യാദയും സഹാനുഭൂതിയും സ്നേഹവും എല്ലാം കൂടി പെരുമാറിയ നമ്മൾ കിടപ്പാകുമ്പോൾ അത് തിരിച്ചു കിട്ടും. ഇല്ലെങ്കിൽ അങ്ങോട്ട് ചെയ്ത സംഭവം 10 ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. ഇനി ഇങ്ങോട്ട് തിരിച്ചു ചെയ്യുന്ന മരുമക്കൾ ആലോചിക്കുക, നാളെ നിങ്ങൾ തന്നെ ഈ കഥ വീണ്ടും ആവർത്തിക്കും. അപ്പൊ എല്ലാവരും കുറച്ചൊക്കെ കണ്ടും കേട്ടും വിട്ടുവീഴ്ച ചെയ്തു പോകുക. അല്ലെ ഇതുപോലെ ചറ പറ എന്നൊക്കെ വെട്ടിക്കൊല്ലേണ്ടി വരും. എന്തൊരു ദുരവസ്ഥയായി ഇനി മുന്നോട്ട് നീങ്ങാൻ പോകുമെന്ന് ഓർക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.